ഇന്നലെ രാത്രി 9:30 മണിയോടുകൂടിയാണ് നവാസിനെ ഹോട്ടലിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ സംസ്കാരം നടക്കും എന്നും അറിയാൻ കഴിയുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ സൈഫുനിസയോട് ചോദിക്കാം. സൈഫുനിസ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എപ്പോഴായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കും ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പൂർത്തിയാക്കേണ്ടതുണ്ട്? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. 9 മണിക്ക് പോസ്റ്റ്മോർട്ടം എടുത്താൽ 1.5 മണിക്കൂർ സമയമാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 11 മണി 11:30 ഈ വീട്ടിലേക്ക്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കലാഭവൻ നവാസിന്റെ ആലുവയിലെ വീട്ടിലാണ്. ഈ വീട്ടിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പൊതുദർശനത്തിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നീണ്ട സമയം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും സുഹൃത്തുക്കളടക്കമുള്ളവർ, ബന്ധുക്കളടക്കമുള്ളവർ കലാഭവൻ നവാസിന്റെ വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണിയോടുകൂടി ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ കലാഭവൻ നവാസിന്റെ സംസ്കാര ചടങ്ങുകൾ, ഖബറടക്കം നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം ബന്ധുക്കൾ കൂടിയാലോചിച്ച് വേണം. പക്ഷേ എങ്കിൽ പോലും വൈകിട്ടോട്, ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വൈകിട്ടോടു കൂടിയോ സംസ്കാര ചടങ്ങുകൾ നടക്കാനാണ് ഇപ്പോൾ സാധ്യത. അതിനിടെ കലാഭവൻ നവാസിന്റെ മരണത്തിൽ ചോറ്റാനിക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8:45 ഹോട്ടലിലെ 206 നമ്പർ മുറിയിൽ കലാഭവൻ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന രീതിയിൽ ഹോട്ടൽ ജീവനക്കാർ കാണുന്നത്. ഈ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കലാഭവൻ നവാസ് ചോറ്റാനിക്കരയിലാണ് ഉണ്ടായിരുന്നത്. ഈ ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടും അവിടെ നിന്ന് ഹോട്ടലിൽ നിന്നും പോകാത്തത് കൊണ്ട് ജീവനക്കാരൻ മുറിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് ഈ ഹോട്ടൽ മുറിയുടെ തറയിൽ വീണ് കിടക്കുന്ന രീതിയിൽ കലാഭവൻ നവാസിന്റെ കണ്ടെത്തിയത്. പിന്നീട് അവിടെയുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ കലാഭവൻ നവാസിനെ വേഗം കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ അവിടെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ പൊതുദർശനത്തിനുള്ള ചടങ്ങുകളൊക്കെ, സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമാണ് പൊതുദർശനം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റെവിടെയും പൊതുദർശനം ഇല്ല എന്നുമാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറത്തുണ്ടായിരുന്ന കലാഭവൻ നവാസിന്റെ സഹോദരൻ പുലർച്ചയോടുകൂടി ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും എല്ലാവരെയും സംബന്ധിച്ചോളം വളരെ അപ്രതീക്ഷിതമായ ഒരു വിയോഗമായിരുന്നു. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗം കൂടിയായിരുന്നു കലാഭവൻ നവാസിൻ്റെത്. നമ്മളെപ്പോഴും ചിരിച്ച മുഖത്തോടെ മാത്രം കാണുന്ന കലാഭവൻ നവാസിനെയാണ് ഓർമ്മയിൽ വരുന്നത്. കലാഭവൻ നവാസിന്റെ ഭാര്യയും ഭാര്യാപിതാവും മക്കളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ, ആലുവയിലെ വീട്ടിൽ ഉള്ളത്. സേതുലക്ഷ്മി. ശരി സേതുനിസ പറഞ്ഞ പോലെ ഏവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. സങ്കടപ്പെടുത്തുന്ന മാത്രമല്ല, ഒരു ഞെട്ടലായിരുന്നു. ഇതെന്താണ് സംഭവിച്ചതെന്നേ മനസ്സിലായി. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഞെട്ടുന്ന രീതിയിലായിരുന്നു ആ ഒരു വാർത്ത വന്നത്, ആ ഒരു വിവരം നമ്മളിലേക്കൊക്കെ എത്തിയത്.